വചനം 64 വാക്കർത്ഥം. ലഹു അവൻ്റേതാണ്, മാഫിസ് സമാവാതി ആകാശങ്ങളിലുള്ളത്, വമാഫിൽ അർളി ഭൂമിയിലുള്ളതും, വ ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു, ലഹുവ അവൻ തന്നെയാണ്, അൽ ഗനിയു നിരാശ്രയൻ ഐശ്വര്യവാൻ, അൽ ഹമീദ് തുത്യർഹൻ. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇന്നല്ലാഹ ലഹുവൽ ഗനിയുൽ ഹമീദ്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം അവൻ്റേതാകുന്നു. നിശ്ചയമായും അല്ലാഹു തന്നെയാണ് സ്തുത്യർഹനായ നിരാശ്രയൻ. വചനം 65 വാക്കർത്ഥം. അലം തറ നീ കണ്ടില്ലേ, അന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു, സഖറലക്കും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന്, മാഫില്ലർലി ഭൂമിയിലുള്ളത്, വൽഫുൽക്ക കപ്പലും, തെജിരി അത് നടക്കുന്നു സഞ്ചരിക്കുന്നു, ഫിൽ ബഹ്രി സമുദ്രത്തിൽ കടലിൽ, ബി അംരിഹി അവൻ്റെ കൽപ്പനയനുസരിച്ച്, വയുംസിക്കു അവൻ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു, അസ്സമാ ആകാശത്തെ, അൻതക അത് വീണുപോകുന്നതിന്, അലൽ അർളി ഭൂമിയുടെ മേൽ, ഇല്ലാ ബി ഇദ്നിഹി അവൻ്റെ അനുമതിപ്രകാരമല്ലാതെ അഥവാ കൽപ്പനപ്രകാരമല്ലാതെ, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു, ബിന്നാസി മനുഷ്യരോട്, ലറഊഫുൻ വളരെ കൃപയുള്ളവൻ തന്നെ, റഹീം കരുണാനിധിയാണ്. അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർദി വൽ ഫുൽക തജ്രി ഫിൽ ബഹ്രി ബിഅംരിഹി വയുംസികു السماء أن تقع على الأرض إلا بإذنه إن الله بالناس لرؤوف رحيم. നീ കണ്ടില്ലേ, ഭൂമിയിലുള്ളതും തൻ്റെ കൽപ്പനയനുസരിച്ച് സമുദ്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലുകളും അല്ലാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നത്. അവൻ്റെ അനുമതി അഥവാ കൽപ്പന പ്രകാരമല്ലാതെ ഭൂമിയിൽ വീണുപോകുന്നതിന് ആകാശത്തെ അവൻ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു. നിശ്ചയമായും അല്ലാഹു ജനങ്ങളോട് വളരെ കൃപയുള്ളവൻ തന്നെയാണ്, കരുണാനിധിയാണ്. വചനം 66 വാക്കർത്ഥം. വഹുവ അവനത്രേ, അല്ലദീ അഹ്യാക്കും നിങ്ങളെ ജീവിപ്പിച്ചവൻ, സുമ്മയുമീതുക്കും പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു, സുമ്മയുഹ്യീക്കും പിന്നെ അവൻ നിങ്ങളെ ജീവിപ്പിക്കുന്നു, ഇന്നൽ ഇൻസാന നിശ്ചയമായും മനുഷ്യൻ, ലകഫൂർ നന്ദികെട്ടവൻ തന്നെ, കൃതജ്ഞൻ തന്നെ. വഹുവല്ലദീ അഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും ഇന്നൽ ഇൻസാന ലകഫൂർ. അവനത്രേ നിങ്ങളെ ജീവിപ്പിച്ചിട്ടുള്ളവനും പിന്നെ നിങ്ങളെ അവൻ മരണപ്പെടുത്തുന്നു, പിന്നെയും നിങ്ങളെ അവൻ ജീവിപ്പിക്കുന്നു. നിശ്ചയമായും മനുഷ്യൻ വളരെ നന്ദികെട്ടവൻ തന്നെയാണ്. 64 മുതൽ 66 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ഈ ആയത്തുകളുടെ സാരം വിവരിക്കേണ്ടുന്ന ആവശ്യമില്ല, ഉദ്ദേശ്യം വ്യക്തമാണ്. അവയുടെ ഉള്ളടക്കം വേണ്ടതുപോലെ ഗ്രഹിക്കുന്നതിനും അതിൽ ചിന്തിക്കുന്നതിനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലാഹുവിൻ്റെ അതിവിശാലമായ ഈ പ്രപഞ്ച മഹാരംഗത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ശക്തിപ്രഭാവത്തിൻ്റെ ലക്ഷ്യങ്ങളെപ്പറ്റി വിവരിച്ച ശേഷം വിഷയം മറ്റൊരു ഗതിയിലേക്ക് തിരിയുകയാണ്. ഏറ്റവും നല്ല മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തിരഞ്ഞെടുത്തു കൊടുത്തിട്ടുള്ളതും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും പ്രബോധനം ചെയ്യുവാനും ആജ്ഞാപിക്കപ്പെട്ടിട്ടുള്ളതുമായ പരിപാവന മാർഗത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കരുത്. അതിനെ കളങ്കപ്പെടുത്തുവാനോ മുടക്കിക്കളയുവാനോ വേണ്ടി രംഗപ്രവേശം ചെയ്യുന്ന ഏതൊരു ദുശക്തിയെയും വകവെക്കരുത്. അങ്ങനെ സധീരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലാഹു ഉപദേശിക്കുന്നു.